വെൽക്കം ബാക്ക് ടു Onevestor. ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനിയുടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ആനുവൽ ഏർണിങ്സ് എത്രയാണോ അതിൻ്റെ ഇൻറ്റു 10 ടൈംസ് ആണെന്നുള്ളത്. ഇവിടെ ഞാൻ ഫെയർ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്, അല്ലാതെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസിൻ്റെ EPS എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെന്ന് വെച്ചോ, അതായത് അവരുടെ ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് EPS എന്ന് പറയുന്നത്. EPS എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഷോർട്ട് ഫോം ആണ്. സോ ആ EPS എന്ന് പറയുന്നത് ഇപ്പം ഇൻഫോസിസിൻ്റെ 100 റുപ്പീസ് ആണെന്ന് വെച്ചോ, അവരുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണെന്ന് വെച്ചോ. സോ ആ 100 ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുന്നത്. സോ അവിടെ EPS എന്ന് പറയുന്നത് 100, 10 ടൈംസ് എന്ന് പറയുന്നത് P മൾട്ടിപ്പിൾ 1000 റുപ്പീസ് എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. സോ 100 ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ് 1000 കിട്ടുന്നത്. ഇനിയിപ്പം ഇൻഫോസിസിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് സേ ഇപ്പം 100ൽ നിന്ന് താഴോട്ട് പോയെന്ന് വെച്ചോ, നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് നേരെ പകുതിയെന്ന് വെച്ചോ, അപ്പോൾ 50 റുപ്പീസ് എത്തിയെന്ന് വെച്ചോ. സോ അപ്പോഴും കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 50 ഇൻറ്റു 20 ചെയ്യുമ്പോഴേ ഈ 1000 കിട്ടത്തുള്ളൂ. അതായത് ഇൻഫോസിസിൻ്റെ വാല്യൂഷൻ അവിടെ കയറി അല്ലെങ്കിൽ ഹൈ ആണെന്നാണ് അതിനർത്ഥം. അതായത് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് P മൾട്ടിപ്പിൾ 10 ടൈംസ് ആകുമ്പോഴത്തേക്ക് എന്തുകൊണ്ടൊരു കമ്പനി അട്രാക്റ്റീവ് ആണെന്ന് ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ P മൾട്ടിപ്പിൾ ഭയങ്കര കൂടുതലായിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതിന് മുമ്പ് തന്നെ എനിക്ക് P മൾട്ടിപ്പിളിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ P മൾട്ടിപ്പിൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ 30 ടൈംസ് എന്നാണെങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ കമ്പനി ആനുവലി 30% വളരുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് തന്നെ എടുത്തു. HDFC ബാങ്കിൻ്റെ P മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ബാക്കിയുള്ള ബാങ്കിനേക്കാളും ഭയങ്കര കൂടുതലായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്ത് ഡെലിവർ ചെയ്തതാണ്. അത് എല്ലാ വർഷവും ആനുവലി ലാസ്റ്റ് 10-15 ഇയേഴ്സ് ആയിട്ട് ആനുവലി 30% തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ P മൾട്ടിപ്പിൾ നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ബാങ്കിനേക്കാളും കൂടുതലായിരിക്കും. സോ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ P മൾട്ടിപ്പിൾ ഇപ്പോൾ 30 ആണെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ കമ്പനി 30% വളരുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ വളർന്നാൽ മാത്രമേ ഈ പറയുന്ന 30% നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ P മൾട്ടിപ്പിൾ 30 ആണ്, പക്ഷേ കമ്പനി 10% ഗ്രോ ചെയ്യുന്നുള്ളെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആവറേജിനേക്കാളും അല്ലെ അതിൻ്റെ ഡിസേർവ് ചെയ്യുന്ന പ്രൈസിനേക്കാളും ഒത്തിരി കൂടുതലാണെന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്. കമ്പനി ഗ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 15%, 20% അറൗണ്ട് ആനുവലി ഗ്രോ ചെയ്യുന്നുള്ളൂ. അത് തന്നെ മാക്സിമം ആണ്. പക്ഷേ മാർക്കറ്റ് വാല്യൂ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അവരുടെ ആനുവൽ ഏർണിങ്സിൻ്റെ 60 ടൈംസ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ഡിസേർവ് ചെയ്യുന്ന പ്രൈസിനേക്കാളും ഭയങ്കര കൂടുതലാണ്. അതിന് റീസൺസും കുറേ കാണുമായിരിക്കും. കാരണം ഡെറ്റ് ഫ്രീ കമ്പനിയാണ്, അതുപോലെ ഹൈ ക്വാളിറ്റി ആണ്, MNC ആണ്, അങ്ങനെ കുറേ റീസൺസ് കാണുമായിരിക്കും. പക്ഷേ ഒരു ഇൻവെസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഞാൻ എക്സാമ്പിളായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ വിപ്രോയുടെ സ്റ്റോക്കാണ്. വിപ്രോയെ പറ്റി ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ചാർട്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. 19 വർഷം മുമ്പ് വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇന്നും 0 റിട്ടേൺ ആണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, 19 വർഷം മുമ്പ് അവരുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 350 റുപ്പീസ് ആയിരുന്നു, അതായത് 2000-ൽ. പക്ഷേ അവരുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ഇയർ 2000-ലായിരുന്നെങ്കിൽ 250 കോടിയേ ഉള്ളായിരുന്നു. അതായത് 250 കോടി ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയുടെ അന്നത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 lakh crores എത്തിയായിരുന്നു. അതായത് അവരുടെ ഒരു വർഷത്തെ പ്രോഫിറ്റിൻ്റെ ഇൻറ്റു 800 ടൈംസ് ആയിരുന്നു അന്നത്തെ വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അത് 2000-ലായിരുന്നു. 2001 എത്തിയപ്പോഴത്തേക്ക് വിപ്രോയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3 ടൈംസ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ പ്രൈസ് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇയർ 2000-ൽ വിപ്രോയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 250 കോടി ഉണ്ടായിരുന്നു. 2001 എത്തിയപ്പോഴത്തേക്ക് അത് 667 കോടിയായി. അത് ഓൾമോസ്റ്റ് 3 ടൈംസ് ആയി. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 350 രൂപ കടന്നിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 50 രൂപയിലോട്ടാണ് പോയത്. അതായത് അപ്പോഴും ഏർണിങ്സ് അവിടെ കൂടിയിട്ടും അല്ലെ ഏർണിങ്സിന് ഗ്രോത്ത് ഉണ്ടായിട്ടും സ്റ്റോക്ക് പ്രൈസ് താഴോട്ടാണ് പോയത്. അതിൻ്റെ റീസണും മറ്റൊന്നുമല്ല, അവരുടെ ഓൾറെഡി അതിൻ്റെ പ്രീവിയസ് ഇയറിൽ വിപ്രോ ട്രേഡ് ചെയ്തിരുന്നത് പറഞ്ഞാൽ അതുപോലത്തെ അത്രയും കൂടിയ വാല്യൂഷനിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓൾമോസ്റ്റ് 800 ടൈംസ് ആയിരുന്നു അവരുടെ കറണ്ട് ഏർണിങ്സിൻ്റെ 800 ടൈംസിലായിരുന്നു അത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 17 വർഷം കഴിഞ്ഞിട്ടും അതിന് ആ പ്രീവിയസ് ഹൈയിലോട്ട് തിരിച്ചെത്താൻ പറ്റാഞ്ഞത്. അങ്ങനെ തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഏർണിങ്സ് അതിനനുസരിച്ച് കയറണം. പക്ഷേ അതിനനുസരിച്ച് ഇതുവരെ ഗ്രോ ചെയ്തിട്ടില്ല. മേ ബി അടുത്ത 10 വർഷം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ടോ ആയിരിക്കും അത് ആ 2 lakh crores തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഏർണിങ്സ് വിപ്രോ ഉണ്ടാക്കുന്നത്. സോ അന്നേരം മാത്രമേ തിരിച്ച വാല്യൂഷനിലോട്ട് ആ കമ്പനിയെ തിരിച്ചു പോകത്തുള്ളൂ. അതുപോലെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഒരു കമ്പനിയുടെ P മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ ആ വാല്യൂഷനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി 100% തന്നെ വളരണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ വിപ്രോ ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 2000-ൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 250 crores ഉള്ളായിരുന്നു.
അതിപ്പം 800 ടൈംസ് ആയിരുന്നു അന്ന് വാല്യൂ ചെയ്തിരുന്നത്. അതായത് 250 ക്രോസിൻ്റെ 800 ടൈംസ് ആയിരുന്നു അന്നത്തെ വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് പ്രോഫിറ്റ്സ് ഓൾമോസ്റ്റ് 3 ടൈംസ് കൂടി. അപ്പോഴത്തേക്ക് അന്നത്തെ പ്രൈസ് തന്നെ എടുക്കുകയാണെങ്കിൽ അപ്പം 250 ക്രോസ് ആയിരുന്നത് 667 ക്രോസ് ആയി അവരുടെ പ്രോഫിറ്റ്. അപ്പം 300 ടൈംസ് ആയി, പിന്നെ അത് കുറഞ്ഞു. അപ്പോഴത്തേക്ക് വാല്യുവേഷൻ താന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോക്ക് പ്രൈസ് ക്രാഷ് ചെയ്തു. പക്ഷേ ആ വാല്യുവേഷൻ പിന്നെയും പെട്ടെന്ന് തന്നെ അവർക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സ്റ്റോക്കിന് പിന്നെയും ആ വാല്യുവേഷനിലോട്ട് തന്നെ തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ, ആ 2 lakh crore മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തന്നെ തിരിച്ചെത്തണമെന്നുണ്ടായിരുന്നു, ആ കമ്പനി 800% തന്നെ വളരണമായിരുന്നു. 2-3 വർഷം വാല്യൂ അങ്ങനെ വളർന്നാൽ മാത്രമേ ആ വാല്യുവേഷനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇപ്പം ഈ പറയുന്ന എക്സാമ്പിൾ തന്നെ നോക്കിക്കോ, അവരുടെ 2000 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 250 crores ആയിരുന്നു. ഇപ്പോൾ ഒരു 800 ടൈംസ് അല്ല, ഇപ്പം 100 ടൈംസ് ആയിരുന്നു വാല്യൂഷൻ എങ്കിൽ 2.5 lakh crore വന്നതിനും വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ 250 കോടി രൂപ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ 10 ഇരട്ടി അവർ കൂട്ടി, അപ്പം 2500 crores ആയി. അടുത്ത വർഷവും അവർ 10 ഇരട്ടി അവരുടെ പ്രോഫിറ്റ് വളർത്തി, അപ്പം 25,000 crores ആയി. അപ്പോൾ ആ 25,000 crores-ൻ്റെ ഇൻറ്റു 10 ടൈംസ് ആയിരുന്നതിനും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഗ്രോത്ത് ആ കമ്പനി കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു വാല്യൂഷൻ ആ സ്റ്റോക്കിന് നൽകാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ സ്റ്റോക്കിനും സംഭവിക്കുന്നത്. അതായത് റിട്ടേൺസ് ഇല്ലാത്ത കുറേ സ്റ്റോക്സിന്, അതിപ്പം ലൂപ്പിനായാലും ശരി, സൺഫാമയായാലും ശരി, 2002-2012 വരെയുള്ള ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് ആയാലും ശരി, ഇപ്പോൾ വിപ്രോ ആയാലും ശരി, അതുപോലെ റിട്ടേൺസ് ഇല്ലാത്ത ഇതുപോലെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് എല്ലാത്തിൻ്റെയും തന്നെയും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ.